എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദി മാസ് സൈക്കോളജി. അതായത് ഒരു സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ മനഃശാസ്ത്രം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സമൂഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികളുണ്ടാകാം. ആ വ്യക്തികൾക്കെല്ലാം അവരുടേതായിട്ടുള്ള ചിന്താ രീതികളുണ്ടാകാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സമൂഹം ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരല്പം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ അത് നമ്മൾ ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അതിന് നല്ലൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയക്കാർ, എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പല രാഷ്ട്രീയക്കാരും ചെയ്യുന്ന ഒരു തന്ത്രം, ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷനൊക്കെ അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി അഥവാ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എതിർ കക്ഷികൾ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ അവർ ജനങ്ങളിലേക്ക് എത്തിക്കും. അല്ലെ, നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി, അല്ലെങ്കിൽ ഈ ഒരു എന്താണ് മാസ് സൈക്കോളജി, ഒരു സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി ആ സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പല ആളുകളും അത് അവരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുകൊണ്ട് അത് പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ, അല്ലേ? കാരണം തീർച്ചയായിട്ടും നമുക്ക് എന്തൊരു പുതിയൊരു മാറ്റം വരുത്തണമെങ്കിലും സമൂഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒത്തൊരുമ നമുക്ക് വേണം. പക്ഷേ ആ സമൂഹം എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു നേതാവിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യവും ഇതുതന്നെയാണ്. ഒരു സമൂഹം എങ്ങനെ ചിന്തിക്കും, അല്ല എങ്ങനെ അവരുടെ മനസ്സിനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും, നല്ല രീതിയിൽ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം മോശപ്പെട്ട കാര്യത്തിന് ഉപയോഗിക്കാതെ നല്ല കാര്യത്തിന്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പഠിക്കാം. അത് നല്ല ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.